അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഈ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുക എന്നുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തക്ബീറുകളുണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം തക്ബീർ ഒന്നിച്ച് ചൊല്ലി നോക്കാം. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ആരാധനകളിൽപ്പെട്ടതാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. പെരുന്നാളിന്റെ തലേ ദിവസം സൂര്യാസ്തമയം മുതൽ അഥവാ പെരുന്നാളിന്റെ രാവ് ആരംഭിക്കുന്ന സമയം മുതൽ വിസർജന സ്ഥലം പോലുള്ള മലിന സ്ഥലങ്ങളിലോ അതേപോലെയുള്ള ആ സ്ഥലങ്ങളിലല്ലാത്ത ഏത് സമയവും ഏത് സ്ഥലത്തും പള്ളിയിലും അങ്ങാടിയിലും വീട്ടിലും വഴിയിലും എല്ലാം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതിന്റെ സമയം തുടങ്ങുന്നത് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ സമയമാണ്. അഥവാ പെരുന്നാള് രാവ്, നാളെ പെരുന്നാളാണെങ്കിൽ അതിന്റെ ഇന്നത്തെ മഗ്രിബിന്റെ വാങ്കോടുകൂടി തക്ബീറിന്റെ സമയം തുടങ്ങുകയാണ്. പള്ളിയിലും വഴികളിലും മാർക്കറ്റുകളിലും വീടുകളിലും എല്ലാം നമുക്ക് ഈ തക്ബീർ സുന്നത്തുണ്ട്. അതിന്റെ തുടങ്ങുന്ന സമയം എല്ലാവർക്കും ഒരേ സമയമാണെങ്കിലും അതിന്റെ അവസാനിക്കുന്ന സമയം പലർക്കും പല സമയത്താണ്. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ഇമാമിന്റെയും അതേപോലെ പെരുന്നാൾ നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് അവന്റെയും തക്ബീറത്തുൽ ഇഹ്റാം വരെയും ഇതിന്റെ സമയമാണ്. തക്ബീറത്തുൽ ഇഹ്റാം, ആ കൈകെട്ടി തക്ബീറത്തുൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന തക്ബീറത്തുൽ ഇഹ്റാം അതുവരെയും ഇപ്പറഞ്ഞ തക്ബീറിന്റെ സമയമാണ്. ഇനി ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചില്ല, അയാൾക്ക് എപ്പോഴാണ് സമയം? അയാളുടെ സമയം അതിന്റെ സമയം ലുഹർ ഉച്ചവരെയാണ്. ലുഹർ വരെയുള്ള സമയമാണ് അവന്റെ സമയം. പെരുന്നാൾ നിസ്കരിക്കാത്തവർക്ക് ലുഹർ വരെയുമാണ് ഈ തക്ബീറിന്റെ സമയം. അപ്പൊ പെരുന്നാൾ നിസ്കരിക്കുന്നവരുടെ ഈ തക്ബീറിന്റെ സമയം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് ആ പെരുന്നാളിന് വേണ്ടി കൈകെട്ടാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയും, ഇനി ജമാഅത്തായിട്ടല്ല അവൻ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നെങ്കിൽ ആ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന എപ്പോഴാണോ അതിനു വേണ്ടി ആ നിസ്കരിക്കുന്ന സമയത്തിന് വേണ്ടി ആ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയുമാണ് ഇവന്റെ സമയം. ഈ നിസ്കരിക്കുന്ന ആൾക്കാർ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരുടെ സമയം, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയം രണ്ടാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു പക്ഷേ 7 മണിക്ക് നിസ്കരിക്കണമെന്നില്ല, അവന് ളുഹർ വരെയും സമയമുണ്ട്. അതേപോലെ നിസ്കരിക്കാത്ത ഒരുത്തൻ, പെരുന്നാൾ നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ്, ഇനി ഒരാൾ അത് നിസ്കരിക്കുന്നില്ല എന്ന് വെച്ചു, അവന്റെ സമയം ഉച്ചവരെയുമാണ്, ളുഹറിന്റെ വാങ്ക് വിളിക്കുന്നവരെയുമാണ് ഈ തക്ബീറിന്റെ സമയം. അങ്ങനെ ആ തക്ബീറിന്റെ സമയം തുടങ്ങുന്നത് ഒരേപോലെയാണെങ്കിലും ഒരേ സമയത്താണെങ്കിലും അത് അവസാനിക്കുന്നത് ഇത്തരം ഒരു വ്യത്യാസമുണ്ട്. പ്രത്യേക സമയമോ സന്ദർഭമോ നിർണയിക്കപ്പെടാത്തത് കൊണ്ട് ഈ തക്ബീറിന് പറയുന്ന പേര് മുർസലായ തക്ബീർ അല്ലെങ്കിൽ മുത്ലഖായ തക്ബീർ എന്നാണ്. എപ്പോഴും ചെല്ലാൻ പറ്റുന്ന, അഥവാ പെരുന്നാൾ രാവിന്റെ മഗ്രിബ് മുതൽ
ഈ പറയപ്പെട്ട സമയം വരെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവൻ അവന്റെ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ അവന്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ, ഇനി പെരുന്നാൾ നിസ്കരിക്കാത്ത ഒരുത്തൻ അവന്റെ ളുഹറിന്റെ സമയം വരെ, ഈ സമയം ഏത് സമയം പ്രത്യേകമായ ഒരു സമയം നിർണയിക്കാത്തത് കൊണ്ട് മുർസല അഴിച്ചിട്ട സമയം, ഇർസാൽ ചെയ്ത തക്ബീർ അഥവാ ഒരു പ്രത്യേക സമയം ഇല്ലാത്തത് കൊണ്ട് മുർസലായ തക്ബീർ എന്നോ അല്ലെങ്കിൽ മുത്ലഖായ ഒരു ഉപാധിയുമില്ലാതെ എപ്പോഴും ചെല്ലാൻ പറ്റുന്ന തക്ബീർ എന്നോ ഈ തക്ബീറിനെ വിളിക്കാൻ പറ്റും. ഇത് ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. സ്ത്രീകൾക്കും ചൊല്ലാം. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഇത് ഇവിടെ ചൊല്ലിയത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്ത്രീകൾക്കും അത് ചൊല്ലാം. എന്നാൽ അന്യപുരുഷന്മാർ കേൾക്കത്തക്ക വിധം സൗണ്ടിൽ ശബ്ദമുയർത്താൻ പാടില്ല. ഈ തക്ബീർ രണ്ട് പെരുന്നാളിനും സുന്നത്താണ്. വലിയ പെരുന്നാളിനും സുന്നത്താണ്, ചെറിയ പെരുന്നാളിനും സുന്നത്താണ്. എന്നാൽ വലിയ പെരുന്നാളിന് പ്രത്യേകമായ അറഫ ദിവസം മുതൽ അഥവാ ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പെടുക്കുന്ന ആ ദിവസം മുതൽ അതിന്റെ സുബഹി മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനം അഥവാ ദുൽഹിജ്ജ 10, 11, 12, 13 അപ്പൊ 13-നാണ് അയ്യാമുത്ത തശ്രീഖ്. 10, 11, 12, 13-നാണ് അയ്യാമുത്ത തശ്രീഖ് എന്ന് പറയുന്നത്. അതിന്റെ ആ 13-ന്റെ അസർ വരെയും നിസ്കാരത്തിനുടനെ അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലത്തോട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ഇടത്തോട്ടും സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് അവൻ പുറത്തു വന്ന ഉടൻ ഒരു ദിക്റും അതിന്റെ ഇടയിൽ ചെല്ലാൻ പാടില്ല. അവൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവൻ ഇതിങ്ങനെ ആവർത്തിച്ചു ചൊല്ലണം. എന്നിട്ട് വലിയ തക്ബീറുണ്ട് നമ്മൾ പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാന ഭാഗം നമുക്ക് കുറച്ച് ചെല്ലാം. അപ്പോ അറഫ ദിവസം ദുൽഹജ്ജ് 9-ന്റെ സുബഹി മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനം വരെ അഥവാ ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരാനന്തരം വരെ എപ്പോഴൊക്കെ ചെല്ലേണ്ടത്? ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അത് അദാവും ഖളാവും എന്ത് ആവട്ടെ, മയ്യിത്ത് നിസ്കാരം തുടങ്ങിയ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്നാൽ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടവർക്ക് അപ്പൊ ഒരു മയ്യത്ത് കൊണ്ടുവന്നു ഈ ദിവസങ്ങളിൽ എപ്പോഴും പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസങ്ങളിലോ ഈ അയ്യാമത്തെ ശരീക്കിന്റെ ഉള്ളിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ നിർവഹിക്കേണ്ടി വന്നാൽ അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇനി ഇൻ കേസ് അങ്ങനെ വന്നാൽ ആ മയ്യത്ത് നിസ്കാരത്തിന് സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലണം. ഇമാം അത് ചൊല്ലിക്കൊടുക്കും. അപ്പൊ ബാക്കിയുള്ളവർ അത് ചെല്ലണം. ജുമാ നിസ്കാരത്തിന് ഉടനെ ചൊല്ലിക്കൊടുക്കും. ഇപ്പൊ വ്യാഴാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ, വെള്ളിയാഴ്ച ജുമയാണ്. രണ്ടാമത്തെ സലാം വീട്ടി കഴിഞ്ഞാൽ ഈ തക്ബീർ ചൊല്ലും. അപ്പോ ഈ തക്ബീർ വീടുകളിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളും ഒക്കെ ചൊല്ലണം. തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്നാൽ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടവർക്ക് പെരുന്നാളിലെ ളുഹർ മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാന ദിവസം സുബഹി വരെ മാത്രമേ ഇത് സുന്നത്തുള്ളൂ. ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടവരുടെ കാര്യം പറയാം. നിസ്കാരങ്ങളുടെ ശേഷം മാത്രം സുന്നത്തായതിനാൽ നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം പ്രത്യേകം അതിന്റെ സമയം പറഞ്ഞതിനാൽ ഈ തക്ബീറിന് നേരത്തെ പറഞ്ഞ തക്ബീറിന് വിരുദ്ധമായി മുഖയ്യദായ തക്ബീർ അഥവാ പ്രത്യേകം സമയം നിശ്ചയിക്കപ്പെട്ട സ്വാഭാവികം എന്നർത്ഥം വരുന്ന മുഖയ്യദായ തക്ബീർ എന്ന് പറയും. പലർക്കും ഇത് മാറിപ്പോകാറുണ്ട്. മുർസലായ തക്ബീറും മുഖയ്യദായ തക്ബീറും മാറിപ്പോകാറുണ്ട്. ഇത് നിസ്കാരാനന്തരമുള്ള അദ്കാറുകൾ ദുആകൾക്കും മുമ്പേ നിർവഹിക്കേണ്ടതാണ്. അതാണ് അതിന്റെ സുന്നത്ത്. തക്ബീറിന്റെ ഏത് വചനങ്ങൾ ചൊല്ലിയാലും സുന്നത്ത് കരസ്ഥമാകും. ഏത് വചനങ്ങൾ ചൊല്ലിയാലും നമുക്കതിന്റെ സുന്നത്ത് കരസ്ഥമാകും. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആടുമാട്, പശു, കാള, എരുമ, പോത്ത്, ഒട്ടകം എന്നിവയെ കാണുകയോ അവിടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീറാണ് അത് സുന്നത്ത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചൊല്ലിയ തക്ബീർ ഇപ്രകാരമാണ്. ഒരിക്കൽ കൂടി നമ്മൾ ചൊല്ലുകയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതൊരു 3 വട്ടം ആവർത്തിച്ചില്ല. ഇത് പിന്നെ അവസാനം 4-മതായിട്ട് ഇങ്ങനെയും ചൊല്ലുക. അതെന്റെ ആ ശൈലി അങ്ങനെയാണ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ
وسبحان الله بكرة وأصيلا لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله والله أكبر الله أكبر ولله الحمد. അള്ളാഹു നമുക്ക് ധാരാളം തക്ബീർ ചൊല്ലി ആ സന്തോഷം പങ്കിടാനും പെരുന്നാൾ റാഹത്താകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ദുആ കൊണ്ട് വസീത്ത് ചെയ്യാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, ശ്രോതാക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ, അവരെഴുതി അറിയിച്ച ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അതേപോലെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയത് നമ്മൾ പരസ്പരം ഒരു കുടുംബം പോലെയാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് സന്തോഷം നൽകുമാറാകട്ടെ. ഗൾഫിൽ നിൽക്കുന്ന നമ്മുടെ പ്രവാസികൾ അള്ളാഹു അവർക്ക് എല്ലാവിധമായ ഹിഫ്ളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.